ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ഒലീവ് ബോർഡ് ഈ വീക്കിൽ കണ്ടക്ട് ചെയ്ത, അതായത് ഫെബ്രുവരി 24th 25th ഡേയ്സിൽ കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് എക്സാമിന്റെ 25 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. A conical vessel is made of iron. അയൺ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കോണിക്കൽ വെസൽ ഉണ്ട്. അതിന്റെ ബേസ് റേഡിയസ് നമുക്ക് തന്നിരിക്കുന്നു 7 cm. അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 15 cm ആണ് തന്നിരിക്കുന്നത്. വെയിറ്റ് ഓഫ് ദ അയൺ പെർ ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറയുന്നത് 15 gram. സോ എന്തായിരിക്കും ഈ 50 gram എന്നതാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. ചോദിച്ചിരിക്കുന്ന വെയിറ്റ് ഓഫ് ദ വെസൽ ആണ്. സോ വെയിറ്റ് ഓഫ് ദ അയൺ പെർ ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ആണ് തന്നിരിക്കുന്നത്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ ഡെൻസിറ്റി നമുക്ക് തന്നിരിക്കുന്നത് 50 gram എന്ന്. നമുക്ക് ആൻസർ കിലോഗ്രാമിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ 15/1000 കിലോഗ്രാം എന്ന് എഴുതുന്നു. അതായത് 1 കിലോഗ്രാം 1000 gram ആണ്. സോ അങ്ങനെ തന്നെ നമ്മൾ എഴുതി വെക്കുന്നു. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ വെയിറ്റ് ഓഫ് ദ വെസൽ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ് ആണ്. സോ മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി എന്ന് പറയുന്നത് 15/1000 ആണ്. വോളിയം ഓഫ് എ കോൺ എന്ന് പറയുന്നത് 1/3 pi r²h, അതായത് 22/7, r² 49, ഹൈറ്റ് എന്ന് പറയുന്നത് 50. ഓക്കെ, ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. 7 വരും, 3 വരുമ്പോൾ 5 വരും. സോ ഇത് 15/1000 മൾട്ടിപ്ലൈഡ് വിത്ത് 22 into 35 into 5 7s are 35 multiplied with 22, that is equal to 770 into 15/1000 എന്ന് വരും. That is equal to 15 multiplied with 7 multiplied with 11/100 എന്ന് എഴുതാമല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 15 into 7 എന്ന് പറയുമ്പോൾ 5 7 3 11/100. സോ ഇത് എത്ര വരും? 5 11/100 വരും. അതായത് 11.55 kg. ഏതാണ്? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇവിടെ ശ്രദ്ധിക്കണം, നമുക്ക് തന്നിരിക്കുന്നത് ഡെൻസിറ്റി ആണെന്ന് മനസ്സിലാക്കുക. വെയിറ്റ് ഓഫ് ദ അയൺ പെർ ക്യൂബിക് സെന്റിമീറ്റർ, അതായത് സെന്റിമീറ്റർ ക്യൂബിൽ പറയുന്നത് എന്താണ്? അതിന്റെ വെയിറ്റ് ആണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയത്തിൽ മാസ് എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കണ്ടക്ട് ചെയ്യേണ്ടത്. സോ തന്നിരിക്കുന്ന ഗ്രാം ആയത് അത് കിലോഗ്രാമിനോട് കൺവേർട്ട് ചെയ്തിട്ട് ബാക്കി കാൽക്കുലേഷൻ ചെയ്യണം. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. cos 45 നമുക്കറിയാം, cos 45 1/√2 ആണ്. അപ്പോൾ 1/2 വരും. നെക്സ്റ്റ് sin 30 1/2 ആണ്, 1/4 വരും. tan 30 1/√2, അത് 1/3 വരും. സ്ക്വയർ എടുക്കും. 2 cos square 15 - 1 എന്ന് പറയുന്നത് cos 2 theta is equal to 2 cos square theta minus 1. അതായത് cos 30 എന്ന് പറയുന്നതായിരിക്കും 2 cos square 15 - 1 എന്ന് പറയുന്നത്. സോ ഇത് എത്ര വരും? cos 30 the whole square വരും. സോ മേളിൽ എന്ത് വരും? 1/2 സോറി 1/4 പ്ലസ് 1/3 വരുമ്പോൾ 7/12 വരും. താഴെ എന്താണ്? cos 30 എന്ന് പറയുന്നത് sin 30 1/2 ആണ്, cos 30 √3/2 ആണ്. സോ √3/2 എന്ന് പറയുമ്പോൾ 3/4 വരും. 7/12 മൾട്ടിപ്ലൈഡ് വിത്ത് 4/3 വരും. 7/9 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ക്വസ്റ്റിന് തന്നിരിക്കുന്ന 9a plus 1/10a തന്നിട്ടുണ്ട്. അതുപോലെ 10a plus 1/11c തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞു the value of 11c plus 1/9. സോ നമുക്ക് ആദ്യത്തെ വാല്യൂ എടുക്കാം. 9a plus 1/10a is equal to 1. ഇതിൽ നമുക്ക് 9a വേണം, 1/9. സോ 9a എന്ന് പറയുന്നത് 1 minus 1/10a, അതല്ലെന്നുണ്ടെങ്കിൽ 10a minus 1/10a, or 1/9a എന്ന് പറയുന്നത് എന്തായിരിക്കും? 10a/10a minus 1. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് 10a plus 1/11c is equal to 1. ഇതിൽ നമുക്ക് 1/11c എങ്ങനെ എടുക്കാം? 1 minus 10a എന്ന് എടുക്കാം. അതായത് 11c എന്ന് പറയുന്നത് 1/1 minus 10a ആയിരിക്കും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 11c plus 1/9a ആണ്. സോ 11cക്ക് പകരം നമുക്ക് 1/1 minus 10a, 1/9aക്ക് പകരം plus 10a/10a minus 1 എന്ന് കൊടുക്കാം. അതായത് 1 plus 10a മേളിൽ വരും. താഴെ ആകുമ്പോൾ നമുക്ക് മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 minus 10a, സോറി ആദ്യമേ തന്നെ കൊടുക്കണം. ഇതിനെ നമുക്ക് 1/1 minus 10a മൈനസ് കോമൺ എടുത്താൽ 10a/10
1 മൈനസ് 10 എന്ന് വരും. താഴെ ഞാൻ മൈനസ് കോമൺ എടുത്തു. സോ 1 മൈനസ് 10a ബൈ 1 മൈനസ് 10a എന്ന് പറയുന്നത് എത്ര വരും? 1 വരും. സോ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. 4500 എന്ന് പറയുന്ന ഒരു സമ്മ് 7875 ആയി 5 ഇയേഴ്സിൽ 8% സിമ്പിൾ ഇൻട്രസ്റ്റ്. സോ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആറിന്റെ വാല്യൂ ആണ് ഡയറക്റ്റ്ലി ചോദിച്ചത്. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7875 മൈനസ് എത്രയാണ്? 4005. ആ എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്യുന്നത്. സോ അത് നമുക്ക് എത്ര കിട്ടും? 3375. അതായത് 4500 ഇൻറ്റു 5 ഇൻറ്റു r ബൈ 100 ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്തായിരിക്കും? 3375 ആയിരിക്കും. സോ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ 0 0 ആയി. 9 ആകുമ്പോൾ 5 ആയി. 9 ആകുമ്പം 327 27 6 9 7 63 5 വരും. 5 വരുമ്പോൾ 5 7 35 5 വരും. സോ r എന്ന് പറയുന്നത് നമുക്ക് 15% കിട്ടും. നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ന്യൂമറിക്കൽ വാല്യൂ 4 മൈനസ് 10 എന്ന് പറയുന്നത് 5 ആണ്. ശരിയല്ലേ? ഇതിൽ നിന്ന് 10 മൈനസ് ചെയ്ത് 5 ആണ് കിട്ടും. സോ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. 20% മോർ ദാൻ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് r, അതായത് 15നേക്കാൾ 20% കൂടുതൽ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 18 കിട്ടും. അത് തന്നെയാണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? രണ്ട് സ്റ്റേറ്റ്മെന്റും ഈ ഒരു ക്വസ്റ്റിനിൽ കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. If a is equal to root 6 minus 5, sorry root 5, b equal to root 5 minus 2, c എന്ന് പറയുന്ന 2 minus root 3 ആണെങ്കിൽ ഏതാണ് കറക്റ്റ്? അതായത് എയോ ബിയോ സി ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളതാണ്. സോ എ നമ്മൾ root 6 minus root 5 എന്ന് എടുത്തു. ബി എന്ന് പറയുന്നത് നമുക്ക് root 5 minus root 4 എന്ന് എടുക്കാമല്ലോ 2ന് പകരം. അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് root 4 minus root 3 എന്ന് എടുത്തു. സോ ഡിഫറൻസ് എന്താണ്? 5ഉം 4ഉം ഡിഫറൻസ് 1 ആണ്, 4ഉം 3 ഡിഫറൻസ് 1 ആണ്, 6ഉം 5 ഡിഫറൻസ് ആണ്. സോ നമുക്ക് ഇതിന്റെ കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇതിന്റെ കോൺജുഗേറ്റ് വരും? കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ 1 ബൈ റൂട്ട് 6 പ്ലസ് റൂട്ട് 5 എന്ന് വരും. നെക്സ്റ്റ് 1 ബൈ റൂട്ട് 5 പ്ലസ് റൂട്ട് 4 എന്ന് വരും. 1 ബൈ റൂട്ട് 4 പ്ലസ് റൂട്ട് 3. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 1 ബൈ റൂട്ട് 6 മൈനസ് റൂട്ട് 5 എന്ന് വരും അല്ലേ? അപ്പോൾ നമ്മൾ മേളിലും താഴെയും എന്ത് ചെയ്യും? റൂട്ട് 6 പ്ലസ് റൂട്ട് 5 പ്ലസ് വാല്യൂ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് ആൻസർ തന്നെ കിട്ടും. സോ ഇതിൽ ശ്രദ്ധിക്കുക. ഇനി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ശ്രദ്ധിക്കുക. ഒരു കാര്യം എപ്പോഴും നോക്കണം, നമ്മൾ ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഫോർ എക്സാമ്പിൾ 1/2 ആണ്, 1 മേളിൽ കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കും, 1/2 0.5 ആണ് ആണല്ലോ. 1/3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 0.3 ആണല്ലോ. 1/4 എന്ന് പറഞ്ഞാൽ 0.25, 1/5 എന്ന് പറഞ്ഞാൽ 0.2, 1/6 എന്ന് പറഞ്ഞാൽ പിന്നെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടുതൽ, ന്യൂമറേറ്റർ 1 തന്നെയാണ് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് വിചാരിക്കും. ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് വാല്യൂ എന്ത് സംഭവിക്കും? വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഡിനോമിനേറ്റർ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്തായിരിക്കും? ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും. ഇവിടെ ഡിനോമിനേറ്റർ ഏറ്റവും വലിയ റൂട്ട് 6 പ്ലസ് റൂട്ട് 5 ആണ്. സോ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? സ്മോളസ്റ്റ് എന്ന് പറയുന്നത്. ഡിനോമിനേറ്റർ ഏറ്റവും ചെറുത് ഏതായിരിക്കും? റൂട്ട് 4 പ്ലസ് റൂട്ട് 3 ആയിരിക്കും. അപ്പൊ ഇതെന്തായിരിക്കും? സി എന്ന് പറയുന്നതായിരിക്കും ലാർജസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എങ്ങനെയായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റും? എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. മുസ്കൻ alone can complete a work in 48 days. അപ്പോൾ മുസ്കൻ 48 ഡേയ്സിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. റൂമയും അതുപോലെ സിമയും തമ്മിൽ എഫിഷ്യൻസി അല്ല, അവര് 50% ഓഫ് വർക്ക് 20 ഡേയ്സ് കൊണ്ടാണ്. 50% ഓഫ് വർക്ക് 20 ഡേയ്സ് കൊണ്ടാണെങ്കിൽ ഫുൾ ഡേ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ആയിരിക്കും? 40 ഡേയ്സ് ആയിരിക്കും എടുക്കുന്നത്. ഈ റെസ്പെക്റ്റീവ് എഫിഷ്യൻസി ഓഫ് റൂമ ആൻഡ് മസ്കിൻ എന്ന് പറയുന്നത് 3/8 ആണ്. ഇത് എഫിഷ്യൻസിയുടെ റേഷ്യോ ആണ്. ഇനി നമ്മൾ ഡേയ്സിന്റെ റേഷ്യോ എടുക്കുവാണെങ്കിൽ എന്ത് വരും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ റൂമയും മുസ്കിനും തമ്മിലുള്ളത് 8:3 ആയിരിക്കും ഡേയ്സിന്റെ ബേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. അതായത് നമുക്ക് തന്നിട്ടുണ്ട് മുസ്കിൻ 48 ഡേയ്സ് ആണ്, അതായത് മൾട്ടിപ്ലൈ വിത്ത് 16. സോ റൂമ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇൻറ്റു 16 ആയിരിക്കും. എത്ര വരും? 128 ഡേയ്സ് വരും. നമ്മളോട് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ മെനി ഡേയ്സ് ക്യാൻ സീമ അലോൺ കംപ്ലീറ്റ് ദ ഹോൾ വർക്ക്? സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും റൂമയും സുമയും കൂടെ 40 ഡേയ്സ് ആണ്. അതിൽ നമുക്ക് റൂമയുടെ വാല്യൂ കിട്ടി. സോ സുമ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/40 മൈനസ് 1/128 എന്ന് വരുമ്പോൾ 88/40 മൾട്ടിപ്ലൈഡ് വിത്ത് 128. 422 410 വരും. 211 2 എന്ന് പറഞ്ഞാൽ 64 വരും. 640/11 11/640 അതെന്ന് പറയുന്നത് എത്രയാണ്? ഡേയ്സ് എത്രയായിരിക്കും വരുന്നത്? അലോൺ 640/11 ഡേയ്സ് ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. എ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 36 ഡേയ്സ് എടുത്തു. ബി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 30 ഡേയ്സ് എടുത്തു. നമ്മൾ അതിന്റെ ടോട്ടൽ വർക്ക് 180 എന്ന് എടുക്കുന്നു LCM. ഇവിടെയാണെങ്കിൽ 5 എയുടെ എഫിഷ്യൻസി, ഇവിടെയാണെങ്കിൽ 6 എയുടെ എഫിഷ്യൻസി എടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് എ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 3 ദിവസം എ വർക്ക് ചെയ്യുന്നുണ്ട്. 3 ദിവസം എ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. സോ 15 വർക്ക് കംപ്ലീറ്റ് ആയി. സോ ബാലൻസ് വർക്ക് എന്ന് പറയുന്നത് 180 മൈനസ്, ഇത് ബി അല്ല കേട്ടോ, ബാലൻസ് എന്നാണ് ഉദ്ദേശിച്ചത്, മാറിപ്പോരുത്. സോറി, ബാലൻസ് എന്ന് തന്നെ എടുക്കാം. ബാലൻസ് വർക്ക് എന്ന് പറയുന്നത്
180 മൈനസ് 15 ആയിരിക്കും, അതായത് 165 വർക്ക് ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ 165 വർക്ക് ആരൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? എയുടെ കൂടെ ബി ഉണ്ട്, രണ്ടുപേരും കൂടെ ചേർന്നാണ് വർക്ക് ചെയ്യുന്നത്. സോ 6 + 5 11 വരും. സോ ഇത് എത്ര വരും? 15 ഡേയ്സ് വരും. സോ ടോട്ടൽ ഡേയ്സ് എന്ന് പറയുന്നത് ഈ 15 ഉണ്ട്, അതുപോലെ തന്നെ ആദ്യം വർക്ക് ചെയ്തത് 3 ദിവസമല്ലേ, അതും കൂടെ ഉണ്ട്. സോ എത്ര വരും? 18 ഡേയ്സ് ആയിരിക്കും ഹോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും, സോറി ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. 13 raised to 19 plus 3 the whole divided by 6 ആണെങ്കിൽ റിമൈൻഡർ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യം നോക്കുക, 13 raised to 19 by 6 എടുക്കുക. 13 raised to 19 by 6, അതുപോലെ തന്നെ 3 by 6. ഈ 13 raised to 19 എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 into 2 എന്ന് പറയുന്നത് 13 by 6 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 അല്ലേ? 12 വരുമ്പോൾ ബാലൻസ് എത്രയാണ്? സോ 1 raised to 19 by 6 വരും. ഇവിടെയാണ് 3 വരും. 1 plus 3 by 6 വരും, അതായത് 4 by 6. സോ 4 by 6ന്റെ കേസിൽ റിമൈൻഡർ എത്രയായിരിക്കും? 4 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ട്രയാങ്കിൾ പി ക്യു ആർ കൺസിഡർ ചെയ്യുക. പി ക്യു ആർ, അതിൽ ക്യൂ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ആർ എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സുകൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പി ക്യു എസ് ഫോം ചെയ്യുന്നത് പോലെ പി ആർ ടി ഫോം ചെയ്യുന്നു. അതെങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആംഗിൾ ശ്രദ്ധിക്കണം. പി ക്യു എസ് എന്ന് പറയുന്നത് 101 ആണ്. അപ്പൊ പി ക്യു നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എത്ര വരും? ഒരു നോക്കട്ടെ എത്ര വരും? ഒരുപാടൊന്നും വരത്തില്ല. ഇത് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പം ഒരു നേരെയും വരത്തില്ല, നേരയിൽ കുറച്ച് വ്യത്യാസം വരും. അതായത് ഇങ്ങനെ വരും ഏകദേശം. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് 101 വരും. അതുപോലെ തന്നെ പി ആർ ടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 107 ആണ്. അതിങ്ങനെ വരും, ഇങ്ങനെയും വരും. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ആംഗിൾ കിട്ടും, 79 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ ആംഗിൾ എത്ര കിട്ടും? 73 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചെങ്കിൽ സ്മോളസ്റ്റ് ആംഗിൾ ആണ്. സോ അതെന്ന് പറയുന്നത് ഇതായിരിക്കും. ഇത് 180 ഡിഗ്രി മൈനസ് 79 പ്ലസ് 73 ആയിരിക്കും. അതായത് 180 മൈനസ് 152 വരും. 28 ഡിഗ്രി വരും. ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു ഡി ഐ ക്വസ്റ്റ്യൻ ആണ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. തന്നിരിക്കുന്ന ഒരു ടേബിൾ, അത് സെയിൽസ് ഓഫ് കാർസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എ ബി സി ഡി ഇയേഴ്സ് 6 ഇയേഴ്സിൽ ടോട്ടൽ നമ്പർ ഓഫ് കാർസ് സോൾഡ് ബൈ കമ്പനി സി ഇൻ 2018. അപ്പോൾ 2018 സിയുടെ കാർ എന്ന് പറയുന്നത് 676 ആണ്. ആവറേജ് നമ്പർ ഓഫ് കാർസ് സോൾഡ് ബൈ കമ്പനി എ ഡ്യൂറിംഗ് 2014 to 2018, അതായത് 52 plus 61 plus 72 plus 52 plus 63 by 5. അതിന്റെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്, ടോട്ടൽ അല്ല. സോ ഇത് എത്ര വരും? 3 5 7 10 7 12 19 25 30 5 വരും, ദാറ്റ് ഈസ് 60. സോ എത്ര കൂടുതലായിരിക്കും? 16,000. സോ 76 മൈനസ് 60 ആയിരിക്കും, 16K അല്ലെങ്കിൽ 16,000 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇഫ് എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്, വാല്യൂ ഓഫ് എ ആണ് കണ്ടുപിടിക്കുക. എക്സ് ഈക്വൽ ടു 3y ഡയറക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അതായത് 5/7 മൾട്ടിപ്ലൈഡ് വിത്ത് എ മൈനസ് 2 എന്ന് പറയുന്നത് 6 into a plus 4 ആണ്. അതായത് സോ ഇത് 5a minus 10 is equal to 7642a plus 42 into 4 വരുമ്പോൾ 168 വരും. അതായത് 37a എന്ന് പറയുന്നത് 1 minus 178. സോ a is equal to minus 178 by 37 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. മാർക്ക് ടു പ്രൈസ് 12% ഡിസ്കൗണ്ട് കൊടുത്ത് ഷോപ്പ് കീപ്പർ 21% ഗെയിൻ ഉണ്ടായി. സോ അതായത് മാർക്ക് പ്രൈസ് മൾട്ടിപ്ലൈഡ് വിത്ത് 88/100 is equal to കോസ്റ്റ് പ്രൈസ് 121. സോ നമുക്ക് മാർക്ക് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ കിട്ടും 121/88. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ സോൾഡ് ചെയ്യുന്നത് മാർക്ക് പ്രൈസിലാണ്, ഡിസ്കൗണ്ട് ഒന്നും കൊടുത്തില്ലെങ്കിൽ. സോ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 121. സോ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 393 ബൈ കോസ്റ്റ് പ്രൈസ് 88 into 100 ആയിരിക്കും. സോ ഇതെന്ന് പറയുന്നത് എത്ര വരും? 3/8 into 100 ആയിരിക്കും. സോ 1/8 നമുക്കറിയാം എത്രയാണ്. സോ 1/8 എന്ന് പറയുന്നത് 1/4ന്റെ ഹാഫ്, അതായത് 12. 12യുടെ 3% എന്ന് പറയുമ്പോൾ 37.5%. സോ ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. Sin 66 degree plus y is multiplied with the cosec 230 equal to 2 sin 67. So ഞാൻ cosecനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ 2 sin
67. അപ്പം 1 cosec ആവൂലോ. 1 cosec എന്ന് പറഞ്ഞാൽ സൈൻ. സോ സൈൻ 23 ആവൂലോ. സോ ഇത് 2 sin 67 sin 23. സോ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? sin 23നെ നമുക്ക് 2 sin 67 എന്ന് പറയുന്നത് cos 90 minus 67 എടുക്കാമല്ലോ. അതായത് 2 sin 67. അടുത്ത് എന്ത് വരും? സോറി, ഇവിടെ cos അല്ല, സൈൻ തന്നെ. 23നെ നമ്മൾ 90 minus 67. സോ sin 90 minus തീറ്റ എന്ന് പറയുന്നത് cos തീറ്റയാണ്. അതിലെ cos 67 നമുക്ക് കിട്ടും. ഓക്കെ, 2. സോ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് sin 66 ഡിഗ്രി പ്ലസ് y തന്നെയാണ് കേട്ടോ. നമ്മൾ റൈറ്റ് സൈഡിലാണ് ചേഞ്ച് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത്. സോ 2 sin തീറ്റ cos തീറ്റ എന്ന് പറയുന്നത് sin 2 തീറ്റയാണ്. sin 2 into 67 ഡിഗ്രി, അതായത് 134 ഡിഗ്രി. sin 2 തീറ്റ എന്ന് പറയുന്നത് 2 sin തീറ്റ cos തീറ്റ. അതാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടും? sin 66 ഡിഗ്രി പ്ലസ് y എന്ന് പറയുന്നത് sin 134 ഡിഗ്രി. അതിനെ നമുക്ക് 180 ഡിഗ്രി മൈനസ് 46 എന്ന് എടുക്കാമല്ലോ അല്ലേ? sin 2 pi pi by 2 pi. sin pi മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? sin തീറ്റ തന്നെയാണ്. അതായത് sin 46 വരും. സോ നമുക്ക് കിട്ടുന്ന sin 66 ഡിഗ്രി പ്ലസ് y എന്ന് പറയുന്നത് sin 46. അതായത് 66 ഡിഗ്രി പ്ലസ് y എന്ന് പറയുന്നത് 46 ഡിഗ്രി ആയിരിക്കും. y എന്ന് പറയുന്നത് എത്ര വരും? മൈനസ് 20 ഡിഗ്രി ആയിരിക്കും. ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിരിക്കുന്നു, PQRS. അതിൽ പറഞ്ഞിരിക്കുന്നത് RM പെർപെൻഡിക്കുലർ ടു QS. അപ്പൊ QS എന്ന് പറഞ്ഞ ഡയഗണൽ വരയ്ക്കുന്നു. RM എന്ന് പറഞ്ഞു, സോറി, RM എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. RM പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ടു QS. അതുപോലെ തന്നെ PN എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു QS. PN ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. RM എന്ന് പറയുന്നത് 3 ആണ്, PN എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ദെൻ ദ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ PQRS. സോ ക്വാഡ്രിലാറ്ററൽ PQRSന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലെ, ഒന്ന് ഇതുപോലെ രണ്ട്. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ PQS പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ RSQ എന്ന് പറയുന്നതാണ്. സോ ട്രയാങ്കിൾ PQSന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു SQ അല്ലെങ്കിൽ SQ മൾട്ടിപ്ലൈഡ് വിത്ത് PN ആയിരിക്കുമല്ലോ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു altitude. സോ ഇത് 2 വരും. പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ RSQ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു SQ മൾട്ടിപ്ലൈഡ് വിത്ത് 3 ആയിരിക്കും. സോ രണ്ടിടത്ത് SQ ഉണ്ട്. സോ ഇതെത്ര വരും? SQ പ്ലസ് 3/2 SQ വരും. അതായത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 5/2 SQ വരും. SQന്റെ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് ലെങ്ത് അല്ലേ? SQന്റെ ലെങ്ത് എത്രയാണ്? 6 ആണ്. സോ എത്ര വരും? 50 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഫിഗറിൽ O എന്ന് പറയുന്നത് സെന്റർ ആണ്. ആംഗിൾ DAB എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. സോ ഇത് പാരലൽ ആണ്. AB പാരലൽ ടു CD എന്ന് പറയുമ്പോൾ ഇതും എന്താണ്? 40 ഡിഗ്രിയാണ്. സോ നമ്മൾ സിയും ഓയും കൂടെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതും 40 ഡിഗ്രിയാണ്. കാരണം ഇത് രണ്ട് സൈഡും എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. സോ ഇത് എത്രയായിരിക്കും? 100 വരും. ഇത് 80 വരും. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ്, ആംഗിൾ CED. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ആംഗിളിന്റെ ഈ ഒരു ആംഗിളിന്റെ നേരെ ഹാഫ് ആയിരിക്കുമല്ലോ അല്ലെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ. സോ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇത് മൊത്തം എടുത്ത് ഇത് 100 ആണ്. അപ്പൊ ഇത് 260 ആണ്. ആ 260 എന്ന് പറയുന്ന ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ആംഗിൾ CD. അതായത് 260/2, അതായത് 260യുടെ ഹാഫ് ആയിരിക്കും, അതായത് 130 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിന്റെ സെന്റർ O ആണ്. ഓക്കെ, O എന്ന് പറയുന്ന സെന്റർ ഉള്ള സർക്കിൾ. സോ ഇത് O ആണ്. KL എന്ന് പറഞ്ഞൊരു കോഡാണ്. LM എന്ന് പറയുന്നത് KL, ഇത് KL ആണ്. LM എന്ന് പറയുന്നത് ഒരു ടാൻജന്റ് ആണ്. സോറി, ടാൻജന്റ് ആണ്. LM. പിന്നെ പറഞ്ഞിരിക്കുന്നത് കെയും ഓയും എമ്മും കൊളീനിയർ ആണ്. സോ ദ ലൈ ഓൺ ദ സ്ട്രെയിറ്റ് ലൈൻ. അതായത് എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് വരുന്നത്. സോ ഇങ്ങനെ വരും. എം എന്ന് പറയുന്നത് ഇവിടെയല്ല, കുറച്ചുകൂടെ മേളിൽ വരയ്ക്കാം. പോയിന്റ് അടയാളപ്പെടുത്ത എം എന്ന്. സോ ഓക്കെ. ഇനി OKL, O ആണ്.
OKL ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രിയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ആംഗിൾ ഓഫ് OML ഈ ആംഗിൾ ആണ്. സോ ഇത് 40 ആണ്, ഇതും 40 ആണ്. ഇത് സെൻറ്ററിൽ നിന്നും ഈ ഒരു ഇതിലോട്ട് വരയ്ക്കുന്ന ആംഗിൾ 90 ആയിരിക്കുമല്ലോ. ഇത് 40 ആണെങ്കിൽ ഈ ആംഗിൾ 80 ആയിരിക്കുമല്ലോ, എക്സ്റ്റീരിയർ ആംഗിൾ തിയറംസ്. സോ ഇത് 90 ആണ്. സോ ആംഗിൾ OML എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. അരുൺ ഗോസ് 6 കിലോമീറ്റർ അഗൈൻസ്റ്റ് ദ കറന്റ് എന്ന് പറയുമ്പോൾ അപ്സ്ട്രീം എന്ന് പറയുന്നത് 6 km/h ആണ്. ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് 5 km അലോങ് 20 minutes ആണ്. സോ 5/20 minutes എന്ന് പറയുമ്പോൾ 1/3 ആണ്, അതായത് 15 km/h ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടൈമാണ് 21 km സ്റ്റേഷനറി വാട്ടറിൽ പോകാൻ എടുക്കുന്ന ടൈമാണ്. സോ ഇതിന്റെ നമുക്ക് ആ സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ സ്പീഡ് ഇൻ സ്റ്റേഷനറി വാട്ടർ ഡൗൺ സ്ട്രീം പ്ലസ് അപ് സ്ട്രീം ബൈ 2 എന്ന് വരും, അതായത് 21/2 വരും. സോ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 21/21/2 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 hours. ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ഇസ് സ്പെൻഡ് ഓൺ മെഡിസിൻ ആൻഡ് റെന്റ്? സോ മെഡിസിൻ പ്ലസ് റെന്റ് എത്രയാണ്? മെഡിസിൻ എടുത്താൽ 77.5 ആണ്. റെന്റ് എന്ന് പറയുന്നത് 109.5 ആണ്. 187 വരും മെഡിസിനും റെന്റിനും കൂടെ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പെട്രോൾ പ്ലസ് ക്ലോത്ത് പ്ലസ് ഫുഡ്. പെട്രോളും ക്ലോത്തും നോക്കട്ടെ, ഫുഡ് ക്ലോത്ത് പെട്രോൾ, അപ്പോൾ 92 പ്ലസ് 81 എന്ന് പറയുമ്പോൾ 173 ആയിരിക്കും. ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് പെർസെന്റ് മോർ ഇസ് സ്പെൻഡ് എത്രയാണ്? 187ഉം 173 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡിഫറൻസ് എന്ന് പറയുന്നത് 15 ആണ്. 15/173 ഇൻറ്റു 100 ആണ്. 1500/173 വരും. അതായത് ഇത് എത്ര തവണ വരും? 8 തവണ തന്നെ വരും. അതായത് 1500 ഡിവൈഡഡ് ബൈ 173 എന്ന് പറയുമ്പോൾ 8 3s 24, 2 8 5 1 3 5 6, അതായത് 8 and 16/173% എന്ന് വരും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു മിക്സ്ചർ ഉണ്ട്, എ എന്ന് പറഞ്ഞൊരു മിക്സ്ചർ ഉണ്ട്. അതിൽ മിൽക്കും മിക്സ്ചറും തമ്മിലുള്ള റേഷ്യോ 5:8 ആണ്. സോ നമുക്ക് മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യോ എഴുതാം. 5 ആണെങ്കിൽ മറ്റേത് ഫുൾ ആണ്. സോ വാട്ടർ എന്ന് പറഞ്ഞാൽ A-5 ആയിരിക്കുമല്ലോ. മിക്സ്ചർ ബി എടുക്കുകയാണെങ്കിൽ അവിടെ മിൽക്ക് ടു മിക്സ്ചർ എന്ന് പറഞ്ഞ റേഷ്യോ, സോ നമ്മൾ ബി എടുത്തു കഴിഞ്ഞാൽ 7 വരും. വാട്ടർ ആണെങ്കിൽ 5 - 7 വരും. ഓക്കെ, കാരണം നമുക്ക് ടോട്ടൽ ആണ് തന്നിരിക്കുന്നത്, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മിൽക്ക് ടു വാട്ടർ റേഷ്യോ അല്ല. സോ നമുക്കിത് കിട്ടി. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇവ രണ്ടും മിക്സ് ചെയ്യുന്ന റേഷ്യോ 2:3 ആണ് എങ്കിൽ ഫൈനൽ മിക്സ്ചറിന്റെ റേഷ്യോ 3:2 ആണ്. പിന്നെ തന്നിരിക്കുന്ന ഫൈൻഡ് ദ വാല്യൂ ഓഫ് 10/A + 21B അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് നമുക്കറിയാം, ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? എയും ആണ് ബിയും ആണ്. സോ നമ്മൾ ഓൾറെഡി ഈ മിക്സ്ചർ അലിഗേഷൻ ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട്, ഇതിനെ സെയിം ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? LCM വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇതിനെ നമുക്ക് ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ നമുക്ക് എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ മിക്സ് ചെയ്യുന്നത് 2 എന്ന റേഷ്യോയിലാണ്, ഇതാണെങ്കിൽ 3 എന്ന റേഷ്യോയിലാണ്. സോ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? മിൽക്ക് ആൻഡ് വാട്ടർ റേഷ്യോ, മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2B, അതായത് 10B വരും. ഇവിടെ ആണെങ്കിൽ 2B മൾട്ടിപ്ലൈ വിത്ത് A - 5 വരും, അതായത് 2AB - 10B എന്ന് വരും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 3, അതായത് 21A വരും. നെക്സ്റ്റ് 3A മൾട്ടിപ്ലൈഡ് B - 7 വരും, അതായത് 3AB - 21A എന്ന് വരും. മൈനസ് ആണ്, 21A എന്ന് വരും. ഒന്നുകൂടെ മാറ്റി എഴുതാം, അല്ല കൺഫ്യൂഷൻ വരും. -21A എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ത്? 3/2. സോ നമ്മൾ 3/2 എന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? നെക്സ്റ്റ് 10B + 21A ബൈ 2AB + 3AB, അതായത് 5AB - 10B - 21A എന്ന് പറയുന്നത് 3/2. ഓക്കെ, നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. 20B + 42A എന്ന് പറയുന്നത് 15AB - 30B - 63A ആണ്. അതായത് 50B + 5A എന്ന് പറയുന്നത് 15AB ആണ്. 5 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 10B 21A എന്ന് പറയുന്നത് 3AB. ഇത്രയും നമുക്ക് കിട്ടുമല്ലോ. ഇനി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് 10/A + 21/B എന്നാണ്, അതായത് 10B + 21B/AB എന്നാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന 10B + 21
എ എന്ന് പറഞ്ഞാൽ 3ab. സോ 3ab by ab എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. സോ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഫാക്ടറിയിലെ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ തന്നിട്ടുണ്ട്, ടോട്ടൽ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ സം ഓഫ് 2/3 ഓഫ് ഫീമെയിൽ മെയിൽ. അപ്പോൾ 2/3 ഓഫ് മെയിൽ എന്ന് പറയുന്നത് എത്ര വരും? 7/18 മൾട്ടിപ്ലൈഡ് വിത്ത് 1350 പ്ലസ് 3/5 ഓഫ് 11/18 ഓഫ് എത്ര വരും? 1350. സോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. ഇവിടെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 450 വരും. നെക്സ്റ്റ് 9 ആകുമ്പോൾ 50/2 വരും. സോ ഇത് 350 വരും. ഈ സൈഡ് ആണെങ്കിലോ 3 ആണെങ്കിൽ 6 വരും, 2 വരും, 590 വരും, 45, അതായത് 45 into 11 വരുമ്പോൾ 495 വരും. അതായത് 845 വരും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. അതിൽ 35% ഗേൾസ് ആണ്, ബാക്കി ബോയ്സ്. അതായത് 65% ബോയ്സ് ആണ്. 80% ഓഫ് ബോയ്സും 90% ഓഫ് ഗേൾസും ആനുവൽ എക്സാമിനേഷൻ പാസ്സായി. നമ്മളോട് ചോദിച്ചിരുന്നത് പെർസെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ്. പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ്. സോ ഫെയിൽ എടുക്കുവാണെങ്കിൽ ആദ്യം നമുക്ക് ആരെടുക്കാം? ബോയ്സ്. അപ്പം 80% പാസ്സായല്ലോ ബോയ്സ്. 20% ഓഫ് 65% ഓഫ് എന്തായിരിക്കും? 1400. ഗേൾസ് ആണ് 90% പാസ്സായി. അതായത് 10/100 ഓഫ് 35/100 ഓഫ് എന്ത് വരും? 1400. ദ ഹോൾ ഡിവൈഡഡ് ബൈ 1400 മൾട്ടിപ്ലൈഡ് വിത്ത് 100. കാരണം പെർസെൻറ്റേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. 1400 ഇവിടെ എല്ലാം ക്യാൻസൽ ആവും അല്ലേ? സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് 5 വരും. അതായത് 13/100 വേണ്ട, 65/500 എന്ന് തന്നെ നടക്കട്ടെ. കാരണം നമ്മൾ അടുത്തതിൽ വരുമ്പോൾ കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും. 65/500 എന്ന് വരും. നെക്സ്റ്റിൽ എത്ര വരും? 10 ഇത് വരും 1000 വരും. അപ്പോൾ 35/1000 എന്ന് വരും. ഓക്കെ, മൾട്ടിപ്ലൈഡ് വിത്ത് എത്ര വരും? 100 വരും. സോ ഇതിന് നമ്മൾ മേളിൽ 130 നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ 130 പ്ലസ് 35/1000 ഇൻറ്റു 100 വരും. സോ ഇത് എത്ര വരും? 165/10 എന്ന് പറയും. അതായത് 16.5%. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. 1/cos theta sec theta. So sec theta plus 1/tan theta minus sec theta എന്ന് പറയുമ്പോൾ എത്ര വരും? 1/tan theta നമ്മൾ അതിനെ tan square theta minus sec square theta. മാറിപ്പോയി. മേളിലും താഴെ tan theta plus cos theta. sec theta വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ tan theta plus sec theta വരും. താഴെ tan square theta minus sec square theta എന്ന് വരും. സോ tan square theta minus sec square theta എന്ന് പറയുന്നത് -1 ആണ്. sec theta minus tan theta മൈനസ് അല്ലേ, മേളിലും താഴെ മൈനസ് വെച്ച് വരും. മൈനസ് sec theta. സോ ഇസ് ഈക്വൽ ടു മൈനസ് tan theta. ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. നമുക്ക് തന്നിരിക്കുന്ന √2x + 5a പ്ലസ് √2x എന്ന് പറയുന്നത് 9a എന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട √2x + 5a മൈനസ് √2x ആണ്. അതിനെ നമ്മളൊരു y എന്നെടുത്തു. സോ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പം 9ay എന്ന് പറയുന്നത് ഏതൊരു a പ്ലസ് ബിൻ്റെ a മൈനസ് ബി, അതായത് 2x + 5a a² മൈനസ് b². ദാറ്റ് ഈസ് ഈക്വൽ ടു 5a എന്ന് പറയുന്നത്. സോ y എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5/9 ആയിരിക്കും. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. പി ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്നത് 18 hours ആണ്. ബി ആണെങ്കിൽ അത് എംറ്റി ചെയ്യാൻ എടുക്കുന്നത് 54 hours ആണ്. മൈനസ് എന്ന് ഉദ്ദേശിക്കുന്നത് എംറ്റി എന്നുള്ള രീതിയിലാണ് കേട്ടോ. സോ നമ്മൾ അതിൻ്റെ ടോട്ടൽ 54 എന്ന് എടുത്തു. പിയുടെ എഫിഷ്യൻസി 3 ആണ്, ബിയുടെ എഫിഷ്യൻസി -1 ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന ഈ രണ്ട് പൈപ്പ്സും ഓൾട്ടർനേറ്റ്ലി 1 hour 1 hourൽ അത് ഓപ്പൺ ചെയ്യണം. അതായത് ആദ്യത്തെ 2 hourൽ ടോട്ടൽ 3 - 1 2 ആയിരിക്കുമല്ലോ. 2 അത്രയും ഭാഗം എന്താണ് ഫില്ല് ആവുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര എടുക്കും എന്നാണ്. സോ നമ്മൾ 26 ചെയ്ത് കഴിഞ്ഞാൽ 52 hourൽ 26 ചെയ്ത് കഴിഞ്ഞാൽ 52 ഭാഗവും എന്താണ് ടാങ്ക് ഫില്ലായി. നെക്സ്റ്റ് 53rd hourൽ എത്രയായിരിക്കും? സോ നെക്സ്റ്റ് 2 hour വരുമ്പോൾ വീണ്ടും 2 ആയി. അപ്പോൾ എത്രയാണ്? 54 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 54 hours ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ സിംപ്ലിഫൈഡ് ഫോം ആണ്. ഇത് a³ - b³ എന്ന രീതിയിലാണ്. അതായത് a - b ഇൻറ്റു a² + ab + b². ഈ രീതിയിലാണ് വരുന്നത്. സോ ഇവിടെ a എന്ന് പറയുന്നത് 5a + b യും b എന്ന് പറയുന്നത് c തന്നെയാണെന്നേ ഉള്ളൂ. സോ ഇവിടെ a - b എന്ന് പറയുന്നത് എത്ര വരും? 5a + b - c വരും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അതല്ല അങ്ങനെയല്ല ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് 5a
പ്ലസ് ബി മൈനസ് സി എന്ന് എടുക്കാം. ബ്രാക്കറ്റിൽ എന്ത് വരും? 5a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് 5a പ്ലസ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് സി പ്ലസ് സി സ്ക്വയർ എന്ന് എടുക്കാം. ബ്രാക്കറ്റ് ഉള്ളത് അവിടെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് 25a സ്ക്വയർ പ്ലസ് 10ab പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി അങ്ങനെ തന്നെ നടക്കട്ടെ. 5a പ്ലസ് ബി എന്ന് വരും, 5a പ്ലസ് ബി എന്ന് വരും, പ്ലസ് സി സ്ക്വയർ. സോ ഇറ്റ്സ് ഈക്വൽ ടു 25a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 10ab പ്ലസ് എന്ത് വരും? സി ഇൻറ്റു 5a പ്ലസ് ബി. അതായിരിക്കും നമുക്ക് ഒരു ഭാഗം കിട്ടുന്ന. അതിനിപ്പുറത്തൊരു ഭാഗം കൂടി ഉണ്ട്. ഏതാണത്? 5a പ്ലസ് ബി മൈനസ് സി എന്ന ഭാഗം. സോ ഓപ്ഷൻ ഏതായിരിക്കും? ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇത്രയുമാണ് ഈ ഒരു ലൈവ് മോക്ക് എക്സാമിൽ ചോദിച്ച 25 ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.